സ്കൂൾസിലുള്ള പുതിയ റൂളാണ് കുട്ടികളെ തല്ലാൻ പാടില്ല, വഴക്ക് പറയാൻ പാടില്ല. എന്തുണ്ടെങ്കിലും സമാധാനത്തിൽ അവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കണമെന്ന്. സ്കൂളിൽ തലതെറിച്ച് ഒരുപാട് എണ്ണം ഉണ്ട്. ക്ലാസ്സിന്റെ അകത്തിരുന്ന് ഫോൺ യൂസ് ചെയ്യുക, ചാറ്റ് ചെയ്യുക, ലൈവ് പോവുക, സ്കൂളിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുക, മറ്റുള്ള കുട്ടികളെ അബ്യൂസ് ചെയ്യുക, സെക്ഷൽ അസോൾട്ട് ചെയ്യുക, അങ്ങനെ ഒരുപാട് എണ്ണം ഉണ്ട്. സോ ഇവരോടൊക്കെ പറയാൻ പോകുന്ന ടീച്ചേഴ്സിനും സാറുമാർക്ക് കിട്ടും രണ്ടെണ്ണം കിട്ടും ഇവന്മാരുടെ കയ്യിൽ നിന്ന്. ഈ റൂൾസിനെ മുതലെടുക്കുന്ന പല കുട്ടികൾ പല സ്കൂളിലായിട്ടുണ്ട്. സോ ഈ ഒരു കാര്യം സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് കൊറിയയിലുള്ള എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഒരു ടീം ഫോം ചെയ്യാണ്. ERBP എന്നാണ് ആ ഒരു ടീമിന്റെ പേര്, എഡ്യൂക്കേഷൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ബ്യൂറോ. ഇവർക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നുമില്ല. കുട്ടികളെ തല്ലാം, എടുത്തിട്ട് ഇടിക്കാം, ലീഗലി മൂവ് ചെയ്യാം, എന്തും ചെയ്യാം. മറ്റുള്ള ടീച്ചേഴ്സിന് പോലെ ഇവർക്ക് കേട്ടോണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവർക്ക് തെറ്റാന്ന് തോന്നിയ അല്ലെങ്കിൽ ആ ഒരു കുട്ടി ശരിയായ റൂട്ടിലല്ല പോകുന്നെന്ന് തോന്നിയ ഇവർക്ക് ആ ഒരു കുട്ടിക്ക് മേലിൽ ആക്ഷൻസ് എടുക്കാനുള്ള എല്ലാ അധികാരവും ഉണ്ട്. സോ അങ്ങനത്തെ ഒരു സ്റ്റോറി സംസാരിക്കുന്ന ഒരു കൊറിയൻ സീരീസ് ആണ് ടീച്ച് യു എ ലെസൺ. നല്ലൊരു കിട്ടില സീരീസ് ആണ്. 10 എപ്പിസോഡ് ഉണ്ട്. 10 എപ്പിസോഡും വേറെ ലെവൽ ആയിട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനത്തെ ഒരു ടീം കൊറിയയിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ സ്കൂൾസിലും വേണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം ഇവർക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ല. മറ്റുള്ളവരെ എന്ത് ചെയ്തിട്ടാണെങ്കിലും ഏതൊരു എക്സ്റ്റെന്റ് വരെ പോയിട്ടാണെങ്കിലും നന്നാക്കുക എന്നുള്ള ഒരു ഒറ്റ മോട്ടീവാണ് ഇവർക്കുള്ളത്. ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും, ചില കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കത്തില്ല. അത് രണ്ടെണ്ണം കിട്ടിയാലേ മനസ്സിലാക്കത്തുള്ളൂ. ഇപ്പോഴത്തെ 2K കിഡ്സ് ചിലപ്പോൾ എനിക്ക് തോന്നുന്നില്ല സ്കൂളിൽ അടി വാങ്ങിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. ടീച്ചേഴ്സിന്റെ കയ്യിൽ ചൂരുകളൊന്നും ഇല്ല. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ എല്ലാ ക്ലാസ്സിലുള്ള എല്ലാ ടീച്ചേഴ്സിന്റെ ഓരോ ചൂരുകൾ വെച്ച് കാണും. അതിൽ നിന്ന് നന്നായിട്ട് രണ്ടെണ്ണം കിട്ടുകയും ചെയ്യും. എനിക്കൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. എന്റെ കയ്യിലും കാലും ഒക്കെ ചൂരുള്ള ടാറ്റു തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ലൈഫിൽ ഒരു പോയിന്റിൽ ലൈഫൊക്കെ ഒന്ന് സെറ്റിൽ ആയിട്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നതിന്റെ റീസൺ തന്നെ സ്കൂളിൽ നിന്ന് പ്രോപ്പറായിട്ട് വന്നിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം വെച്ചിട്ടാണ്. സ്കൂളിൽ നിന്ന് നേരെ അല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, വഴിതെറ്റി വേറെ ഏതെങ്കിലും റൂട്ടിലോട്ടൊക്കെ കയറിപ്പോകും. സോ അതുകൊണ്ട് തന്നെ ആ സ്കൂൾ ലൈഫ് എങ്ങനെ ആയിരിക്കണം, പ്രോപ്പറായിട്ട് എങ്ങനെ ഓരോ സ്റ്റുഡൻസും ആ ഒരു സ്കൂൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഈ ഒരു സീരീസ് നല്ല അടിപൊളിയായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു സീരീസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും തെറ്റ് സ്റ്റുഡൻസിന്റെ ഭാഗത്തായിരിക്കത്തില്ല. ചിലപ്പോൾ തലതെറിച്ച സ്റ്റുഡൻസ് ഉണ്ടല്ലോ, ഞാൻ ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ, ഞാൻ ക്ലാസ്സിൽ ഇങ്ങനെ ചെയ്യും, ഞാൻ സ്കൂളിൽ ഡ്രഗ്സ് വിൽക്കും, ഞാൻ മറ്റുള്ള അബ്യൂസ് ചെയ്യും, സെക്ഷൽ അസോൾട്ട് ചെയ്യും എന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ എണ്ണം ഉണ്ട്. അതല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ ഒരു കുട്ടി ക്ലാസ്സിൽ പ്രോപ്പറായിട്ട് പഠിക്കുന്നില്ല, അല്ലെങ്കിൽ അവനെ കൊണ്ട് ക്ലാസ് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ചിലപ്പോൾ അത് അവന്റെ ഒരു തെറ്റുകൊണ്ട് മാത്രം ആയിരിക്കത്തില്ല, അവന്റെ പാരന്റ്സിന്റെ തെറ്റുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ ക്ലാസ്സിൽ അവന്റെ മറ്റുള്ള സ്റ്റുഡൻസ് അവനെ ട്രീറ്റ് ചെയ്യുന്ന രീതിയായിരിക്കാം, സാറമാരെ ട്രീറ്റ് ചെയ്യുന്ന രീതിയായിരിക്കാം. ഇതെല്ലാം പ്രോപ്പറായിട്ട് സീരീസ് സംസാരിച്ച് പോകുന്നുണ്ട്. ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് ലാസ്റ്റ് എപ്പിസോഡ് വരെ എല്ലാ കുറ്റങ്ങളും ആ സ്കൂളിലെ കുട്ടികളാണെന്ന് ഇത് എവിടെയും പറയുന്നില്ല. ഓരോ ഇവന്റ്സ് ആയിട്ടാണ് ഈ സീരീസ് സംസാരിച്ച് പോയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു സ്കൂളിൽ കുറച്ച് സ്റ്റുഡൻസിനെ വെച്ച് മാത്രമാണ് ഈ ഒരു എൻറ്റയർ സീരീസ് പോയിരുന്നെങ്കിൽ പക്ക ബോറായനെ. പല സ്കൂളിലായിട്ട് പല കുട്ടികൾ ഫേസ് ചെയ്യുന്ന പല സിറ്റുവേഷൻസും പല പ്രോബ്ലംസും ഈ ഒരു സീരീസ് സംസാരിച്ച് പോകുന്നുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുന്നത് തന്നെ ഫസ്റ്റ് എപ്പിസോഡ് സംസാരിക്കുന്ന ഒരു സ്കൂളിൽ ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ, ഒരു ഗ്യാങ് പോലെ അവർ ചേർന്നിട്ട് മറ്റുള്ള എല്ലാ കുട്ടികളും ബുള്ളിയാണ്, എക്സ്ട്രീം ബുള്ളിംഗ് ആണ്. ഒരാൾ സൂസൈഡ് തന്നെ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു സ്കൂളിലാണ് ഇവർ ആദ്യമായിട്ട് പോയി അവിടുത്തെ കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യുന്നത്. അപ്പൊ ബോയ്സ് മാത്രമാണ് പ്രശ്നം ഉണ്ടാക്കാന്ന് ചോദിച്ചാൽ ബോയ്സ് മാത്രമല്ല, ഗേൾസ് നല്ല രീതിക്ക് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ആൻഡ് ഇവർ പിന്നീട് പോകുന്ന ഒരു ഗേൾസ് സ്കൂളാണ്. അവിടെ ഇതിനേക്കാളും തലതെറിച്ചൊരു പെണ്ണുണ്ട്. അവൾ ഒരുപാട് കാര്യങ്ങൾ എക്സ്ട്രീം എന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തേക്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ റീസെന്റ് ഇത് ഏതൊരു ന്യൂസിലൊക്കെ ഞാൻ കേട്ടിട്ടുള്ള ഇവന്റ് ആണ്. അത് ആ ഒരു സെക്കൻഡ് എപ്പിസോഡിൽ സംസാരിക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെയാണ് പിന്നീട് അങ്ങോട്ടുള്ള ഓരോ എപ്പിസോഡിലും ഓരോ സ്റ്റോറീസ് ഇവന്റ്സ് വെച്ച് അവർ സംസാരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആൻഡ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു സാറിന്റെ ഒരു എപ്പിസോഡ് കാണിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ ഇന്ത്യയിൽ നമ്മളിപ്പോൾ ഫേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് അതാണ്. മോനെ അത് കിടിലൻ സാധനം. കിടിലൻ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഭാഗത്തല്ല എപ്പോഴും തെറ്റെന്ന് കാണിക്കുന്ന ഒരു പോർഷൻ അത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ടോക്സിക് പാരന്റിങ് ഉണ്ടല്ലോ, അത് പ്രോപ്പറായിട്ട് കാണിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും എനിക്ക് വീട്ടിൽ നിന്ന് അങ്ങനെ വലിയ പ്രഷർ തന്നിട്ടില്ല. നീ അതാവണം, നീ ഇതാവണം, നിനക്ക് ഇഷ്ടമുള്ള പഠിച്ചോ, നീ എന്തുകൂടെ ചെയ്തോന്നാണ് എന്റെ വീട്ടുകാർ. അല്ലെങ്കിൽ അല്ല നീ എഞ്ചിനീയർ ആവണം, നീ ഡോക്ടർ ആവണം എന്ന് എൻ്റെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല. ഞാൻ 10th കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് എടുത്തു, +1 +2 പഠിച്ചു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് VFX ആനിമേഷൻ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അതുപോലെ തന്നെ പഠിച്ചു. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷെ എനിക്കറിയുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെയൊക്കെ വീട്ടിൽ ഭയങ്കര പ്രഷറായിരുന്നു പണ്ട് തൊട്ടേ. ലൈക്ക് സ്കൂളിൽ തൊട്ടേ തന്നെ എന്താ പറയുക, എഞ്ചിനീയർ ആണോ ഡോക്ടർ ആണോ എന്ന് പറഞ്ഞു ആ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്ത് +2 ഒക്കെ എത്തിയപ്പോൾ അവർ ടോട്ടലി ഭയങ്കര ഡൗൺ ആയിരുന്നു. ഒരുപാട് പേര് എങ്ങനെയൊക്കെയാണ് അവർ ഓവർകം ചെയ്തു വന്ന് ആ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡോ സെക്കൻഡ് സ്റ്റാൻഡേർഡോ അല്ലെങ്കിൽ ഒരു 5th ഒക്കെ കഴിയുമ്പോൾ തന്നെ നീ ഡോക്ടറാണ് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ഉള്ളിൻ്റെ അകത്തൊരു പേടി ക്രിയേറ്റ് ചെയ്യുകയാണ്. സോ ടോക്സിക് പാരന്റിങ്ങും വലിയൊരു പ്രശ്നമാണ്. അത് ഈ ഒരു സീരീസിൽ ഒരു എപ്പിസോഡ് സംസാരിക്കുന്നുണ്ട്. അത് കിടിലെന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് കാണിക്കുന്നുണ്ട്. ഇങ്ങനത്തെ പല ഇവന്റ്സ് പല സിറ്റുവേഷൻ കഴിയുമ്പോൾ നീ ഡോക്ടറാണ് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ഉള്ളിൻ്റെ അകത്തൊരു പേടി ക്രിയേറ്റ് ചെയ്യുകയാണ്. ഈ ഒരു ERBP എന്ന് പറയുന്ന ടീമിന് അങ്ങനെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ല. അവർക്ക് എവിടെ എന്തും ചെയ്യാം, എങ്ങനെ കയറി പോവാം. ഈ ഒരു കുട്ടികളുടെ സൈഡിലാണോ തെറ്റ്, സ്കൂളിന്റെ സൈഡിലാണോ, ടീച്ചേഴ്സിന്റെ സൈഡിലാണോ, പാരന്റ്സിന്റെ സൈഡിലാണോ, അവരത് കണ്ടുപിടിച്ച് അവർ സോർട്ട് ഔട്ട് ചെയ്യും. അവർക്ക് അവിടെ മുന്നിൽ ആരും തന്നെ ഇല്ല. അവർ അത് പ്രോപ്പറായിട്ട് കണ്ടുപിടിച്ച് പ്രോപ്പറായിട്ട് സോൾവ് ചെയ്യുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. ഭയങ്കര അടിപൊളിയാണ്. അവരുടെ സോർട്ട് ഔട്ടിംഗ് ഒക്കെ ഭയങ്കര രസമാണ് കണ്ടിരിക്കാനായിട്ട്. ചിലപ്പോൾ ഒരു സൈഡിൽ സ്റ്റുഡൻസ് ആയിരിക്കാം തെറ്റ് ചെയ്യുന്ന, സ്റ്റുഡൻസിനെ അവർ നല്ല രീതിയാണ് കൈകാര്യം ചെയ്യണം. മറ്റേ പറഞ്ഞ് മനസ്സമാധാനത്തിട്ട് ഇതൊക്കെ തെറ്റാണ് കേട്ടോ, ചെയ്യാൻ പാടില്ല എന്നൊന്നുമല്ല. നല്ല അടി
അതായത് പ്രായം കൂടിയ ആൾക്കാർ ഇടിക്കുന്ന പോലെയല്ല, ചെറിയ രീതിക്കുള്ള അടി. പക്ഷെ ആ ഒരു അടി കിട്ടുമ്പോൾ ഏതൊരുത്തനായാലും നന്നാവും. ഈ ഒരു ടീമിൽ മെയിൻ ആയിട്ടുള്ള 3 ഏജന്റ്സ് ആണ്. ഈ ഒരു 3 ഏജന്റ്സിൽ അവരുടെ ലീഡർ എന്ന് പറയുന്നത് നോജിൻ ആണ്. ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് നമ്മളെ കിം മിൻ ലിയോലാണ്. നമ്മളെ ഔട്ട്ലോ റൗണ്ട് അപ്പിലും ഗാങ്സ്റ്റർ കോപ്പിലും ഫോർഗോട്ടിലൊക്കെ ഉള്ള മൂപ്പറാണ്. അറിയാലോ, കിഡിലെ ആക്ടറാണ്. പുള്ളിക്കാരൻ ഇതിൽ ചെയ്യുന്ന ഓരോ സ്റ്റണ്ടും അല്ലെങ്കിൽ പുള്ളിക്കാരൻ അടിക്കുന്ന ഓരോ അടിയും നമ്മളെ മറ്റേ പറയത്തില്ല, അല്ല കിൻഡൽ ഇടിയായിരുന്നത് അങ്ങനെ. ലൈക് കുട്ടികളെ ഡീൽ ചെയ്യണ വേറെ രീതിക്കാണ്, എൽഡേഴ്സിനെ ഡീൽ ചെയ്യണ വേറെ രീതിക്കാണ്. എൽഡേഴ്സിനൊക്കെ ഒരു ഇതുമില്ല, അടിച്ച് തൂഫാനാക്കി കളയും. ഇടി എന്നൊക്കെ പറഞ്ഞാൽ കിട്ടണം, അതും കൊണ്ടുപോകും. പക്ഷെ ഇയാളെ കുട്ടികൾ അങ്ങനെ വാരിക്കോരിയിട്ട് അടിക്കുകയൊന്നുമില്ല. ഒരു ഒറ്റ അടി, ചെപ്പോ നോക്കി ഒരു ഒറ്റ അടി, അത് കിട്ടുമ്പോൾ തന്നെ ഏതൊരുത്തനും നന്നായി പോകും. അമ്മാതിരി ഒരു കിണ്ടൽ ഇടിയാണത്. കുട്ടികൾ മാത്രമല്ല, വേറെ കുറെ ആൾക്കാരൊക്കെ ഈ ഒരു ഓഫീസറിന്റെ മുന്നിൽ വന്ന് പെടുന്നവർക്കൊക്കെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അതും എസ്പെഷ്യലി 3rd എപ്പിസോഡ് ആണെന്ന് തോന്നുന്നു, ഒരു മഴയത്തുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. എന്റെ മോനെ, സീൻ എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ വേറെ ലെവലായിരുന്നു. ഈ ഒരു സീരീസിൽ എടുത്തു പറയാൻ ഒരുപാട് ഫൈറ്റ് സീക്വൻസ് ഒന്നുമില്ല, ആകെ 1-2 ഒക്കെ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഉള്ളൂ. പക്ഷെ ഉള്ളതെല്ലാം ടോപ്പ് ക്ലാസ് ഫൈറ്റ്സ് ആണ്. ആൻഡ് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഈ ഒരു സീരീസ് തലപതിയുടെ മാസ്റ്റർ പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം അതുപോലെ തന്നെയാണ്, എക്സാക്ട് സ്റ്റോറിയാണ്. ഒരു ഏജന്റ് ലൈക്ക് ഒരു സാറ് കുട്ടികളെ നന്നാക്കാൻ വേണ്ടി വരും, പിന്നെ അവിടെ നടക്കുന്ന ഇവന്റ്സ് ആണ്. സോ അതുപോലെയാണ് പോയിരിക്കുന്നത്. ആൻഡ് ഓവറോൾ ഈ ഒരു സീരീസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു അടിപൊളി സീരീസ് ആണ്. ഈ ഒരു ടീം എല്ലാ സ്കൂളിലും വേണം. കാരണം സ്കൂളിനെ പറഞ്ഞ് നേരെ ആക്കിയില്ലെങ്കിൽ ഇവമാരും ഇവളുമാരൊക്കെ ഒരു പോയിന്റ് ചെയ്യുമ്പോൾ കൈവിട്ടു പോകും. അതുകൊണ്ട് സ്കൂളിനെ 2 പൊട്ടിച്ചാലും ഒരു കുഴപ്പമില്ല, നന്നാവും. സോ അത് അത്യാവശ്യമുള്ള കാര്യമാണ്. അതും ഈ ഒരു സീരീസിൽ ഈ ഒരു സ്റ്റോറി ടെല്ലിംഗിൽ ഈ ഒരു ക്യാരക്ടേഴ്സ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ എക്സ്ട്രീമാണ്. സ്കൂൾ കുട്ടികളൊക്കെ ഇങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇതിന്റെ അപ്പുറം ചെയ്യും, ഇവന്മാർ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മളെ ടീം പോയിട്ട് നല്ല ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യുന്നുണ്ട്. ചില കാര്യങ്ങൾ ഒന്ന് എക്സ്റ്റെൻഡ് ആയി പോകുന്നുണ്ട്, പക്ഷെ അണ്ടർ കൺട്രോളാണ്. എസ്പെഷ്യലി ആ ഒരു ഫസ്റ്റ് ഒരു 5-6 എപ്പിസോഡ് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡ് അലോൺ സ്റ്റോറി പോലെയാണ് പോയിരിക്കുന്നത്. ഓരോ എപ്പിസോഡും ഓരോ സ്റ്റോറിയാണ്. പിന്നീട് ഇത് കണക്ട് ചെയ്ത് പോകുന്നുണ്ട്, പല ഇവന്റ്സും പല ക്യാരക്ടേഴ്സും. പല ക്യാരക്ടർ ആർക്കൊക്കെ അടിപൊളിയാണ്. ലൈക്ക് ഒരു പോയിന്റ് സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് അതിന്റെ എൻഡിലൊക്കെ വരുമ്പോൾ ഈ ക്യാരക്ടർ ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ നമുക്ക് ഞെട്ടിപ്പോ. അങ്ങനത്തെ രീതിയിലുള്ള ഒരു ക്യാരക്ടർ ആർക്കൊക്കെ ഉണ്ട്, അതൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ഇതിൽ നമ്മളെ കിം ഹോൾജിന്റെ ക്യാരക്ടർ ഉണ്ടല്ലോ, ആ ഒരു സാറായിട്ട് പറഞ്ഞ, ആ ഒരു ഏജന്റ് ആയിട്ട് പറഞ്ഞ മൂപ്പര് എല്ലാവർക്കും ഇട്ട് പൊട്ടിക്കുമ്പോൾ നമ്മൾ അടിപൊളി, ഇവന് അത്യാവശ്യമായിരുന്നു ഈ ഒരു അടി, ഇവന് കിട്ടേണ്ട അടിയാണ് നമുക്ക് തോന്നും. അങ്ങനത്തെ ഒരു അടിയാണ് എല്ലാവർക്കും മൂപ്പര് കൊടുക്കുന്നത്. ആ ഒരു അടി കിട്ടുന്ന ഏതൊരുത്തനായാലും നന്നാവാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അമ്മാതിരി അടിയാണ്. മറ്റേ ബാക്കിയുള്ളവരടുത്ത് ഇടിക്കുന്ന പോലെ മറ്റേ മാർഷൽ ആർട്സിന്റെ ഒരു എക്സ്ട്രീം സാധനമൊന്നുമില്ല. കൈ ഇങ്ങനെ എടുക്കുന്നു, ചെപ്പ് നോക്കി ഒറ്റ പൊട്ടിക്കില്ല. 1-2 ഒരാൾ താങ്ങത്തുള്ളൂ, അത് കഴിഞ്ഞാൽ താങ്ങത്തില്ല. ആ ഒരു അടി നമുക്ക് ഇവിടെ ഫീൽ ചെയ്യാൻ പറ്റും. അമ്മാതിരി ഒരു അടിയാണ്. അത് കിട്ടണ ഏതൊരുത്തനായാലും, അതിനിപ്പോ എത്ര വലിയ ഹെഡ് വെയിറ്റ് ഇട്ട് ഞാനാണ് ഇവിടുത്തെ കില്ലാടി എന്ന് പറയുന്നവനായാലും നന്നാവും. അങ്ങനെ പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെ പറയുന്ന ആൾക്കാരെ മൂപ്പര് നല്ല രീതിക്കാണ് ഹാൻഡിൽ ചെയ്യുന്നത്. നല്ല രസമാണ് കണ്ടിരിക്കാനായിട്ട്. അടിപൊളി ഒരു സീരീസ് ആണ്. ഇങ്ങനത്തെ ഒരു ടീം എല്ലാ സ്കൂളിലും എല്ലാ രാജ്യങ്ങളിലും വേണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം സ്കൂളിൽ നിന്ന് നന്നാക്കിയില്ലെങ്കിൽ പിന്നെ പിടിച്ചാൽ കിടത്തില്ല, വേറെ വഴിക്കൊക്കെ പോയി കളയും ഈ ഒരു കുട്ടികൾ. സോ അത്യാവശ്യമായിട്ടുള്ള ഒരു ടീമാണ്. സോ എന്തായാലും കണ്ടു നോക്കുക. നല്ലൊരു കിഡിലൻ സീരീസ് ആണ്. ടീച്ച് യു എ ലെസൺ. നിന്നെ ഒരു പാഠം ഞാൻ പഠിപ്പിച്ചിരിക്കും, അതുപോലെ പഠിപ്പിക്കുന്നുണ്ട് എല്ലാവർക്കും. എന്താണ് നേർവഴി എന്ന് നല്ല പ്രോപ്പറായിട്ട് സംസാരിക്കുന്ന സീരീസ് ആണ്. സോ എന്തായാലും കണ്ടു നോക്കുക. നെറ്റ്ഫ്ലിക്സിലുണ്ട്. ഓരോ എപ്പിസോഡ് നല്ല കിഡിലായിട്ടും എൻഗേജിംഗ് ആയിട്ടാണ് അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഓൾറെഡി ഈ ഒരു സീരീസ് കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.